നമസ്കാരം. ഞാൻ ഡോക്ടർ നിമ്മി. ഞാൻ പ്രൈമറി എയിലെ ഇവിടെ തണലിലെ ആരോണിൻ്റെ അമ്മയാണ്. അവന് ഇപ്പോൾ 9½ ഇയേഴ്സായി. അവന് ഓട്ടിസ്റ്റിക് ആണ്. ഞങ്ങളൊരു 2.25 വയസ്സിലാണ് ഡയഗ്നോസ് ആയത് അവന് ഓട്ടിസം ആണെന്ന്. ഇവിടെ 2022 മുതൽ ഞങ്ങൾ തണലിലുണ്ട്. ഇപ്പോൾ 2 വർഷമായി. അവൻ ആദ്യം ഇവിടെ തണലിൽ വരാൻ നേരത്ത് അവൻ്റെ നീഡ്സ് ഒന്നും പറയുന്നില്ലായിരുന്നു. ഇപ്പോൾ ഫുഡ് വേണം, വെള്ളം വേണം, അതൊക്കെ നമ്മൾ വിചാരിച്ച് അവന് നീഡ്സ് ഒന്നും പറയാത്തത് കൊണ്ട് നമ്മളെല്ലാം എടുത്തു കൊടുക്കണം. അവൻ പറയാതെ തന്നെ എടുത്തു കൊടുക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 2 വർഷമായി. അവിടെ ഒരു 8 months പോയപ്പോൾ തന്നെ അവൻ്റെ നീഡ്സൊക്കെ കുറച്ചായിട്ട് പറയാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സ്പീച്ചിലും ഒക്കെ. പിന്നെ അവൻ തന്നെ ഫുഡ് കഴിക്കില്ലായിരുന്നു. ഭയങ്കര സെൻസറി ഇഷ്യൂസ് ഉള്ള മോനാണ്. അപ്പോൾ സ്റ്റിക്കി ഫുഡുകളൊക്കെ കൈകൊണ്ട് തൊടുന്നതും ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ തണലിൽ വന്നതിന് ശേഷം ഇപ്പോൾ നല്ലപോലെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ചോറെല്ലാം തന്നെ കഴിച്ചു തുടങ്ങി. ഇവിടെ പിന്നെ അവൻ്റെ റൈറ്റിംഗ് ഇപ്പോൾ അക്കാദമിക് കാര്യങ്ങളിലാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് സ്ക്രിബ്ലിങ്ങും പിന്നെ ജസ്റ്റ് ആൽഫബറ്റ്സ് മാത്രം കുറച്ച് അറിയുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ വേർഡ്സിലേക്കൊക്കെ ആയി തുടങ്ങി. അതുപോലെ സ്പെല്ലിംഗ് ഒക്കെ ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്തു. മലയാളം അതുപോലെ കാൽക്കുലേഷനിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. മാത്സ് ആണെങ്കിലും ഒക്കെ ഒരു നമുക്ക് ഒരു നിയർ ടു നോർമലിലെ സ്ഥിതിയിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് മോനിപ്പോൾ. അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും തെറാപ്പിസ്റ്റുകളുടെയൊക്കെ സപ്പോർട്ടാണ് എല്ലാം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഷിജിറ ടീച്ചർ, ഷബ്ജ ടീച്ചർ, രശ്മി ടീച്ചർ, അങ്ങനെ കുറേ നിമ്മി ടീച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷിബിൻ സാറ്, എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേഷനൊപ്പം തന്നെ നമ്മൾ ഇവിടെ തെറാപ്പീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെങ്കിലും ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഒക്കെ അവൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ സെൻറ്റൻസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വേർഡ്സായിട്ട് ഒരു സെൻറ്റൻസ് ഫോമിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സംസാരമൊക്കെ ആണെങ്കിലും ഇപ്പോൾ എല്ലാ നീഡ്സൊക്കെ പറയാനും തുടങ്ങി. ഐ കോണ്ടാക്റ്റും എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സെൻസറി ഇഷ്യൂസൊക്കെ ഭേദമായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പലിനോടൊക്കെ താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച്.